അലീനും മനുവിൻ്റെയും വരാനിരിക്കുന്നൊരു വിശേഷങ്ങളിലേക്ക് ഏവരും സ്വാഗതം ചെയ്യുന്നു. ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കാണാൻ വേണ്ടി ഒരു കൂടി ഓർമ്മിച്ചുകൊണ്ട് വീഡിയോയിലേക്ക് കിടക്കാം. അങ്ങനെ നമ്മുടെ അലീനയും രോഹിത്തും കൂടി ചേർന്ന് രേവതിയുടെയൊക്കെ വീട്ടിലാണ്. അവരിപ്പം ഒരു പുതിയ ജോലിക്ക് വേണ്ടി മാമച്ചൻ പറഞ്ഞിട്ടുണ്ട്. അപ്പം അതിനുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ പറയാനും പിന്നെ കുറച്ച് ദിവസം അവിടെ സ്റ്റേ ചെയ്യാനാണ്. അപ്പോൾ അവർ പോയിട്ട് തിരിച്ച് പോകുന്ന ദിവസമാണ്. അപ്പോൾ അതിൻ്റെ തിരക്കിൽ അങ്ങോട്ട് കാര്യങ്ങളൊക്കെ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഒരുക്കിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്ക് അടുത്ത സീൻ കാണിക്കുന്ന പറയുമ്പോഴത്തേക്ക് നമ്മുടെ ബാലചന്ദ്രനും ഗംഗാധരനൊക്കെ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ അതായത് ഗംഗാധരൻ്റെ ഒരു കാര്യം മനസ്സിലായി. അതായത് ഈ ശിവശങ്കരനും ഗംഗാധരനും സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം ശിവശങ്കരൻ ഒരു കാര്യം മനസ്സിലായി. അതായത് ഈ ബാലചന്ദ്രൻ ഇറങ്ങി തിരിച്ചേക്കുന്ന സ്റ്റാൻലിയെ തപ്പി ഇറങ്ങി തിരിച്ചു. അതായത് അല്ലൈനയുടെ അച്ഛൻ, അതായത് നമ്മുടെ വൈജയുടെ ആദ്യത്തെ കാമുകനെ തേടി ഇറങ്ങിയേക്കാമെന്ന് മനസ്സിലായി. അപ്പം ബാലചന്ദ്രൻ ആളെയും കൊണ്ട് വരുവാണെന്നുണ്ടെങ്കിൽ ആകെ എല്ലാ കാര്യം പ്രശ്നത്തിലാകും. അപ്പോൾ അതൊന്ന് തടയണം. അപ്പോൾ അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളെല്ലാം ചർച്ച ചെയ്യണം എന്നുള്ള രീതിയിലേക്കാണ് ഗംഗാധരൻ വന്നേക്കുന്നത്. അപ്പോൾ ഇവരുടെ ഈ മാറി നിന്നുള്ള സംസാരവും കാര്യങ്ങൾ കാണുമ്പോഴത്തേക്ക് നമ്മുടെ ഈ കമല ചോദിക്കുന്നുണ്ട്, നിങ്ങളെന്നാൽ എപ്പോഴും വരുമ്പോഴത്തേക്ക് നിങ്ങൾ അഞ്ചാട്ടിനും മാറി സംസാരിക്കുന്നത്? കാരണം ഈ വീട്ടിലെ കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇവിടെ തന്നെ നിന്ന് സംസാരിക്കത്തില്ലേ? മാത്രമല്ല മകൻ്റെ കാര്യമല്ലെന്ന് മനസ്സിലായി. നിങ്ങൾക്ക് മകൻ്റെ കാര്യങ്ങൾ അന്വേഷിക്കേണ്ട കാര്യമില്ലല്ലോ എന്നുള്ള രീതിയിൽ കമല ആർത്തി ചോദിക്കുന്നുണ്ട്. നമ്മൾ ശിവശങ്കരനെ ചോദിക്കുകയും കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. അപ്പം ശിവശങ്കരൻ അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് ശിവശങ്കരൻ പറയുന്നുണ്ട്, നിനക്ക് വേറെ പണിയൊന്നുമില്ല, മകൻ്റെ കാര്യം ഞാൻ അന്വേഷിക്കാതെയാണോ? കാരണം എനിക്ക് എത്ര കൂട്ടം കാര്യങ്ങൾ തിരക്കാനുണ്ട്. നിങ്ങൾ അത്ര കൂട്ടം ഏറ്റവും കൂടുതൽ നിങ്ങൾ തിരക്കും നിങ്ങളുടെ അനിയത്തിയുടെ കാര്യമല്ലേ, അതായത് വൈജയുടെ കാര്യമല്ലേ? മാത്രമല്ല വേറൊന്നും നിങ്ങൾ അന്വേഷിക്കുന്നില്ല പറയുന്നില്ലെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. നിങ്ങളുടെ മകനോട് ജയിലിൽ കിടപ്പുണ്ട്, എത്ര ദിവസമായി കിടക്കാന്നോട് തെറ്റുകാരനല്ലെന്ന് പറഞ്ഞ് രോഹിത് ഇറങ്ങിപ്പോയി. ഹരിയുടെ കാര്യം നിങ്ങൾ ഒന്നും ഒന്നുമില്ല എന്നുള്ള ഇതിലൊക്കെ പറയുമ്പോഴത്തേക്ക് നീ ഒരു സമാധാനം താ വൈജയ്, എനിക്ക് എത്ര വർഷം വൈജയല്ല കമലെ, നീ സമാധാനം താന്നുള്ള നീ പറയുമ്പോഴത്തേക്ക് നമ്മൾ ഗംഗാധരൻ വന്ന് പറയുകയാണ്, കമലെ എന്താ നീ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്? നിൻ്റെ മകനല്ലേ, നിൻ്റെ മാത്രമല്ല ശിവൻ്റെയും കൂടെ മകനല്ലേ? അപ്പോൾ അവന് ജാമ്യം ഇറക്കണം, ജാമ്യത്തിൽ കൊണ്ടുവരണം, അല്ല അവന് രക്ഷപ്പെടുത്തണം എന്നൊക്കെ ചിന്താഗതി ശിവനും ഇല്ലാതിരിക്കുമോ? അവനും അവൻ്റെ മനസ്സിലുണ്ട്, എനിക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് ദയവ് ചെയ്ത് നീ അവനെ ശല്യപ്പെടുത്തരുത്. നിങ്ങളുടെ കാര്യങ്ങളൊക്കെ എനിക്കറിയാം, കാരണം ഞങ്ങൾ അങ്ങോട്ട് എല്ലാം കൂടെ ചെയ്യുന്നുണ്ട്, വക്കീലിനൊക്കെ കാണുന്നുണ്ട് എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് ശിവൻ പറയുന്നുണ്ട്, ഗംഗേട്ട അവളുടെ അടുത്തൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, അവൾ എത്രയെന്ന് പറഞ്ഞാലും പറഞ്ഞാൽ മനസ്സിലാകാത്തൊരു ടീമാണ്. അവളൊക്കെ പറയുന്നത് കേട്ടിട്ട് ഒരു ചെവി കേട്ടിട്ട് മറു ചെവി കൂടെ കളയാന്നുള്ളത് എന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ അടുത്ത സീൻ കാണിക്കുന്ന പറയുമ്പോഴത്തേക്കും അവർ അതായത് അലീനയും രോഹിത്തും കൂടെ ഇറങ്ങാൻ നിൽക്കുവാണ്. പക്ഷേ ആദ്യമൊക്കെ എന്ന് പറയുമ്പോഴത്തേക്ക് ഈ അലീനയ്ക്ക് രോഹിത്തിനെ ഇഷ്ടപ്പെടാത്തൊരു ക്യാരക്ടറായിട്ടാണ് നമ്മുടെ രേവതി ചിത്രീകരിക്കുന്നത്. പക്ഷേ പിന്നെ രോഹിത്ത് എത്ര പാവമാണെന്നൊക്കെ മനസ്സിലാക്കി കഴിയുമ്പോഴത്തേക്ക് ശരിക്കും അവനെ മനസ്സിലാക്കാനും അവൻ്റെ കൂടെ കൂട്ടുകൂടിയൊക്കെ ഒരുപാട് നിൽക്കുന്ന ഒരാഴ്ച കൊണ്ട് കൂട്ടുകൂടിയൊക്കെ. അപ്പോൾ ഇവരെല്ലാം പോകുന്ന അലീനയും രോഹിത്തെല്ലാം പോകുന്നതിൻ്റെ ഒരു വിഷമത്തിലാണ് നമ്മുടെ രേവതിക്കുട്ടി. അപ്പോൾ ഇവരെല്ലാവരും ചേർന്ന് പിന്നെ എന്തെങ്കിലും പോയേ പറ്റത്തുള്ള രീതി പറയുമ്പോഴത്തേക്ക് ചേച്ചി പോകേണ്ട, ചേച്ചി 2 ദിവസം കൊണ്ട് നിന്നിട്ട് ചേച്ചി എന്ന് പറയുമ്പോഴത്തേക്ക് ഇല്ല മോളെ പോയേ പറ്റുമെന്ന് പറയാം. അപ്പോൾ മാമച്ചൻ പറയുന്നുണ്ട്, മോളെ നിനക്കൊരു കോൺവെൻറ്റ് ജോലി റെഡിയാക്കിയിട്ടുണ്ട്, ഒരാഴ്ചക്കുള്ളിൽ നീ വന്ന് ജോയിൻ ചെയ്തോ, അവിടെ ആകുമ്പോൾ നിനക്ക് ഇഷ്ടപ്പെടും എന്ന് പറയുമ്പോഴത്തേക്ക് ശരി അങ്കിളെ, കാരണം എനിക്കും അതന്നെ, കാരണം ഈ മറ്റുള്ളവരെ ശുശ്രൂഷിക്കുക, അതായത് ഹോസ്പിറ്റാലിറ്റി മേഖലയിലുള്ള ജോലി എനിക്ക് ഇഷ്ടമാണ്, അത് തന്നെയാണ് കിട്ടിയത്, നന്നായി, ഞാൻ അവിടെ പോയി നിന്നോളാം എന്നുള്ളത് പറയണം. ശരി മോൾ എന്താണെന്ന് നോക്ക്, മോള് എന്തായാലും നീ നോക്ക്, നിനക്ക് നല്ലത് തന്നെ വരട്ടെ, അത് എവിടെ പോയാലും നല്ലതായിട്ട്. നീ ഇപ്പോൾ പോയ വൈജയുടെയും ആ വീട്ടിൽ നിനക്ക് നിൽക്കാൻ പറ്റത്തില്ല എന്ന് മനസ്സിലായി, പക്ഷേ നിനക്ക് ഇനി പോകുന്ന വീട്ടിലെങ്കിലും നല്ലൊരു രീതിയിൽ ഒരു ജീവിതം ഉണ്ടാകട്ടെ എന്നുള്ള രീതി പറയുമ്പോഴത്തേക്ക് ശരിയെങ്കിലെന്ന് പറയുവാണ്. അങ്ങനെ അവർ യാത്ര പുറപ്പെടുവാണ്. അടുത്ത കളിക്ക് നേരെ വന്ന് അലീനയും രോഹിതും വന്ന് വീട്ടിൽ വരുമ്പോഴത്തേക്ക് പെട്ടെന്ന് നമ്മുടെ കൃഷ്ണമോളും ബബിതും ചാടിക്കയറി വന്ന് പിടിക്കുകയാണ്. എന്താ ചേച്ചി ഇത്ര ദിവസം ഇവിടെ ആയിരുന്നു, എന്തായിരുന്നു നിങ്ങൾ ഇത്ര 2 ദിവസം 3 ദിവസം നിന്നിട്ട് വന്നാൽ പോലെ ഒരാഴ്ചയൊക്കെ ആയാലും ഞങ്ങൾക്ക് ഇവിടെ ജീവശ്വാസം കിട്ടിയതുപോലെ അകത്ത് പിടിച്ചുകൊണ്ട് വന്നിട്ട് അകത്ത് കയറ്റിയിട്ട് പറഞ്ഞു, ചേച്ചി ഇനി മേലെ അങ്ങനെ പോകരുത്, ചേച്ചി ഇല്ലാത്ത ജീവിതം പറ്റത്തില്ല, ചേച്ചി ഉണ്ടെങ്കിലേ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞാൽ, ഞാനില്ലെങ്കിൽ നിങ്ങൾക്ക് കാര്യങ്ങളെല്ലാം നടക്കുമല്ലോ മക്കളെ, നിങ്ങളിപ്പം ജോലിയൊക്കെ ചെയ്യുന്നുണ്ടല്ലോ എന്ന് പറയുമ്പോഴത്തേക്ക് ബബിത് പറയാം, ചേച്ചി ഇവിടുന്ന് പോകാൻ നിൽക്കണ്ട, ചേച്ചി പോയിക്കഴിഞ്ഞാൽ ഞാനിവിടെ ജോലി ചെയ്തില്ല, ഞാൻ പഴയ പോലെ അലമ്പും കാര്യങ്ങളും മടിച്ചൊക്കെ ആയിട്ടിരിക്കും, ഞാൻ പോകത്തില്ല, ജോലി ചെയ്യത്തില്ല പറയുമ്പോഴത്തേക്ക് പറയണേ, ഇല്ല മോള്, അതായത് ബബിത നന്നായിട്ട് ജോലി ചെയ്യും, ഇവിടെ അച്ഛൻ രോഹിത്ത്
കൃഷ്ണമോൾ എല്ലാവരും നല്ല രീതിയിൽ ഇനി ജീവിക്കും, എനിക്ക് പോയേ പറ്റൂ എന്ന് പറയുമ്പോഴത്തേക്ക് അത് അങ്ങനെ പറ്റത്തില്ല, ഞങ്ങൾ വിടത്തില്ല എന്ന് പറഞ്ഞാൽ ചേച്ചി പോകാൻ പറ്റത്തില്ല എന്നുള്ള രീതിയിൽ പറയുവാണ്. ഉടനെ കൃഷ്ണമോൾ വിളിച്ച് പറയുന്നുണ്ട്, ബാലേന്ദ്രനോട് പറയുന്നുണ്ട്, ഇന്ന പോലെ ചേച്ചി പോകാൻ തയ്യാറെടുത്തിരിക്കുന്ന ചേച്ചിയോട് ജോലി റെഡിയാന്നൊക്കെ അച്ഛാ പറയുന്നതെന്ന് പറയുമ്പോഴത്തേക്ക് ഫോൺ അവിടുത്തെ കൊടുക്കാൻ പറയാം. ഫോൺ കൊടുത്ത് കഴിയുമ്പോഴത്തേക്ക് പറയാം, എന്താ നിൻ്റെ ഉദ്ദേശം ചോദിക്കും. ഒന്ന് പറയാം, ഇന്ന പോലെ ഞാൻ പോകാൻ തയ്യാറായിട്ട് നിൽക്കുമെന്ന് പറയുമ്പോഴത്തേക്ക് നീ പൊക്കോ, കുഴപ്പമൊന്നുമില്ല, പക്ഷേ പോയി കഴിഞ്ഞാൽ വീട്ടിലെ അവസ്ഥ എന്താണെന്ന് നിനക്ക് അറിയാമല്ലോ എന്നുള്ള രീതി ചോദിക്കും. അപ്പം വേറൊന്നും നോക്കുന്നില്ല, അലീന പറയുന്നുണ്ട്, അച്ഛാ എനിക്ക് പോയേ പറ്റൂ, ഇത്ര ദിവസം നിന്നിട്ട് മേഡത്തിൻ്റെ മനസ്സൊന്നും മാറിയില്ല, ഞാൻ കാരണം കൊണ്ട് നിങ്ങളുടെ കുടുംബജീവിതമൊക്കെ താറുമാറായി കിടക്കുകയാണ്, അതുകൊണ്ട് ദയവ് ചെയ്ത് എന്നെ വെറുതെ വിടണം എന്നിട്ട് പറയാം. നീ പൊക്കോ, ഇനി പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടുത്തെ അവസ്ഥ എന്തായിത്തീരും പറയണ്ടല്ലോ, ഞാനിപ്പോൾ ഒരാവശ്യത്തിന് വന്നേക്കുവാണ്, ആവശ്യം കഴിയുമ്പോഴത്തേക്ക് ഞാൻ നിന്നെ വിളിക്കാം, നീ എന്താണെങ്കിലും അതും കൂടെ ഒന്ന് അറിഞ്ഞിട്ട് നീ പൊക്കോ, അതായിരിക്കും നല്ലത് എന്ന് പറയുമ്പോൾ അച്ഛൻ എന്തിനാണ് പോയെന്ന് പറയാം, അതൊക്കെ ഞാൻ വന്നിട്ട് പറയാം, പക്ഷേ അതിന് സക്സസ് ആകുമെന്ന് തോന്നുന്നു, സക്സസ് ആകുകയാണെന്നുണ്ടെങ്കിൽ നീ ദയവ് ചെയ്ത് അത് കഴിഞ്ഞിട്ട് നീ പോകാൻ വേണ്ടി തയ്യാറാകണം, അതുവരെ നീ ഒന്ന് വെയിറ്റ് ചെയ്യണമെന്ന് പറയുമ്പോഴത്തേക്ക് അച്ഛൻ ഏതൊക്കെയാലും അച്ഛൻ വന്നിട്ട് ഞാനൊക്കെയാണ് പോകത്തുള്ളൂ എന്നുള്ള രീതി പറയുന്നുണ്ട്. അതിന് അടുത്ത സീൻ കളിക്കുമ്പോഴത്തേക്ക് നമ്മുടെ ബാലേന്ദ്രൻ ഗംഗാധരനും ശിവനും ഗംഗാധരനും പറയുന്നുണ്ട്, ശിവ എത്രയും പെട്ടെന്ന് നമുക്ക് അവനെ ഒന്ന് ബാലചന്ദ്രനെ കോൺടാക്ട് ചെയ്തേ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറൊന്നുമല്ല, കാരണം ബാലചന്ദ്രൻ സ്റ്റാലിനെ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ പിന്നെ ഇവിടെ ഭയങ്കരമായിട്ട് വിഷയം ഉണ്ടാകും, അതുകൊണ്ട് നമുക്കൊന്ന് വിളിക്കാമെന്നുള്ള രീതിയിൽ പറയുന്നത്. അങ്ങനെ ബാലചന്ദ്രൻ വിളിക്കുമ്പോഴത്തേക്ക് എന്താണ് ഞാൻ ചോദിക്കുന്നുണ്ട്, പറയും വേറൊന്നുമല്ല, ഇന്ന പോലെ ഒരു കാര്യം പറയാൻ വേണ്ടിയാണ് ചോദിക്കുക. എന്നാ ചോദിക്കുമ്പോഴത്തേക്ക് പറയുക, ഇന്ന പോലെ അലീനയുടെ കാര്യത്തിൽ തീരുമാനം എത്തിക്കാനെന്ന് പറയുമ്പോൾ അലീനയുടെ കാര്യത്തിൽ തീരുമാനം എത്തിക്കുക അതെന്താണെന്ന് ചോദിക്കുമ്പോഴത്തേക്ക് വേറൊന്നല്ല, അലീനയുടെ കാര്യത്തിൽ തീരുമാനം എത്തിച്ചല്ലേ, വൈജ അവിടെ നിൽക്കുന്നത്, വൈജ അടഞ്ഞ് നിൽക്കുമല്ലേ, അപ്പോൾ അവളെ ഒന്ന് സേഫാക്കി നിർത്തുന്നത്, അതൊന്നുമില്ല, അതൊക്കെ നമ്മൾ പറയാം, വേറൊന്നുമല്ല, ഞാൻ വന്നിട്ട് തീരുമാനിക്കാമെന്നൊക്കെ പറയുന്നുണ്ട്. ഇപ്പോൾ എവിടെയാണെന്ന് ചോദിക്കും, ഞാനൊരു മീറ്റിങ്ങിലാന്നൊക്കെ നമ്മുടെ ബാലചന്ദ്രൻ പറയുന്നുണ്ട്, മീറ്റിങ്ങിലൊന്നും അല്ല, പക്ഷേ ബാലചന്ദ്രൻ സ്റ്റാലിനെ കണ്ടുപിടിക്കാനുള്ള തിരക്കിലാണെന്നൊക്കെ നമുക്കത് കാണുമ്പോൾ തന്നെ മനസ്സിലാകും. അപ്പം ഇതൊക്കെ കോർത്തിണക്കിയ ഒരു വിശേഷമാണ് നമ്മൾ ഈ വരാനിരിക്കുന്ന സ്റ്റോറിയിൽ നമുക്കിനി കാണാൻ സാധിക്കുന്നത്. അതിനാൽ നിങ്ങളുടെ ഓരോരുത്തർ സപ്പോർട്ട് ചോദിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഇവിടെ പറയുന്നത്. സൈനിങ് ഓഫ്. താങ്ക് യു.